إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, തഖ്വയോടെ ഈമാനോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളായി സ്വർഗാവകാശികളായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കരുതി വെക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു നല്ല ഗുണങ്ങളിൽപ്പെട്ടതാണ്. പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്തേക്ക് നമ്മൾ ചിലതൊക്കെ കരുതി വെക്കും, സൂക്ഷിച്ചു വെക്കും. മുൻഗാമികളായ ആളുകളും ഇത് ചെയ്തതായി നമുക്ക് കാണാം. മഴ ശക്തമാകുമ്പോഴേക്ക് ജോലിക്ക് പോകാൻ പ്രയാസപ്പെടുന്ന സമയം വരും എന്ന് കരുതി ആ സമയത്തേക്ക് കുറച്ച് കരുതി വെക്കും. പ്രായമായാൽ ജോലിക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ആവതുള്ള കാലത്ത് കുറച്ചൊന്ന് കരുതി വെക്കും പലരും. കുട്ടികളുടെ വിവാഹം, പഠനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതിനെ മുൻകൂട്ടി കണ്ട് കുറച്ചൊക്കെ സൂക്ഷിച്ചു വെക്കുകയും കരുതി വെക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതൊരു നല്ല ഗുണമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി വരാനിരിക്കുന്നത് മരണത്തിനു ശേഷമാണ്. വലിയ ഭാരങ്ങൾ ചുമക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ പറയാറുണ്ട്, കുടുംബത്തിന്റെ ഭാരം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, ജീവിതത്തിന്റെ ഭാരം ചുമലിലേറ്റി ഒരു ലോറിയിൽ മരങ്ങളുമായി തൊട്ടടുത്ത സംസ്ഥാനത്തേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ ആ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് ലോറിയടക്കം പുഴയിലേക്ക് ഒഴുകിപ്പോയി. സംസ്ഥാന ഗവൺമെന്റുകൾ കൂട്ടമായി കോടികൾ ചെലവഴിച്ച് പരിശോധന നടത്തി അവസാനം ലോറിയോ ഡ്രൈവറെയോ കിട്ടാതെ പ്രയാസപ്പെടുകയും ഒരുപാട് ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ആ ലോറി
ആ പുഴയിൽ നിന്ന് എടുക്കുകയും ആ ലോറിയുടെ ക്യാബിനിൽ ആ ചെറുപ്പക്കാരന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്ത വാർത്ത നമ്മൾ കേട്ടു. ആ വാർത്തയിൽ നമ്മൾ വായിച്ചത് ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, ഒരു കുടുംബത്തിന്റെ ഭാരം ചുമലിലേറ്റിയ ഒരു വ്യക്തിയായിരുന്നു എന്നതായിരുന്നു ആ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെയും ഓരോ കുടുംബത്തിന്റെയും ഭാരങ്ങൾ ചുമലിൽ ഏറ്റിയവരാണ്. ആ ഭാരത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. ആ ഭാരം ഒന്ന് ഇറക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കുറെയൊക്കെ ആയില്ലേ, ഇനി ഞാനൊന്ന് ഈ ഭാരം ഇറക്കി വെക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മൾ വഹിക്കുന്ന നമ്മളെ മുതുകിലെ ഏറ്റവും ഭാരമേറിയ വസ്തു നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഭാരമാണ്. നമ്മളെ മുതുകുകൾ വഹിക്കുന്ന ഏറ്റവും കനമേറിയ ഭാരമെന്ന് പറയുന്നത് പാപത്തിന്റെ ഭാരമാണ്. എന്താണ് ഇതിന്റെ കാരണം? ആ പാപഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരാളെയും നമുക്ക് കിട്ടില്ല എന്നതാണ്. ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മളെ സഹായിക്കാനും ഓടിവരാനും ആളുകളുണ്ടാകും ദുനിയാവിൽ. എന്നാൽ മരണത്തിന് ശേഷമുള്ളത് അത് വഇൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹ, ആ മുതുകിലെ ഭാരം, ഇത് അള്ളാന്റെ കലാമിന്റെ പ്രയോഗമാണ്. ഈ മുതുകിൽ വഹിച്ച പാപത്തിന്റെ ഭാരം ഇറക്കി വെക്കാൻ, ഒരല്പമെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ താൻ വിളിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ വിളിക്കുമ്പോ ഒരല്പം പോലും ആ പാപത്തിന്റെ ഭാരം അത് വഹിക്കാൻ ഒരാളും തയ്യാറാകൂല. വലൗ കാന ദാ ഖുർബ, അത് എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും, വാപ്പയാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയും ഭർത്താവുമാകട്ടെ, ഒരാളുണ്ടാവൂല. ഇപ്പൊ നമ്മുടെ മുതുകിൽ ഉള്ള ഏറ്റവും വലിയ ഭാരം പാപത്തിന്റെ ഭാരമാണെന്ന് മനസ്സിലാക്കുക. പ്രതിസന്ധികൾ വരാനിരിക്കുന്നു എന്ന് മുന്നിൽ കാണുമ്പോൾ കരുതി വെക്കുക എന്ന ശീലമുള്ള നമ്മൾ, മുഅ്മിനുകളായ ആളുകൾ, ഇതിനെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? ആ ദിവസത്തേക്ക് നമുക്ക് കുറച്ച് നീക്കിയിരിപ്പുണ്ടാകണം, കരുതി വെക്കലുണ്ടാകണം. സഹോദരങ്ങളെ, ആ കരുതി വെക്കലാണ് സ്വകാര്യമായ നന്മകൾ. വേറെ ഒരാളും അറിയാത്ത, നമ്മളും റബ്ബും മാത്രം അറിയുന്ന ചില സ്വകാര്യമായ നന്മകളെ നമ്മൾ എടുത്തു വെക്കണം. അതാണ് പരലോകത്തെ പ്രതിസന്ധിയിൽ നമുക്ക് രക്ഷക്കെത്തുന്ന കാര്യം. അത് നമ്മൾ കരുതി വെക്കണം. അങ്ങനെ നമുക്ക് എന്താണ് ഉള്ളത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബ്ഉൻ മിൻ അമലിൻ സാലിഹിൻ ഫൽയഫ്അൽ. നിങ്ങളിൽ ആർക്കെങ്കിലും രഹസ്യമായ സൽക്കർമ്മം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യട്ടെ എന്നാണ്. രഹസ്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളും പടച്ചവനും മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആളും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുറെ ചെയ്യാനുണ്ട്. അതാണ് നമുക്ക് വരാനിരിക്കുന്ന ലോകത്തേക്കുള്ള നീക്കിയിരിപ്പ്, ശേഖരിച്ചു വെക്കൽ. അങ്ങനെയുള്ള അമലുകൾ നമ്മൾ ചെയ്താൽ 6 നേട്ടങ്ങളുണ്ട്. 6 നേട്ടങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ പറയാം. അതിനു മുമ്പ്, അങ്ങനെ ചെയ്യുന്നവരുമാണ്, അത് അറിയുന്നവരുമാണ് നമ്മൾ എങ്കിൽ അത് കൂടുതൽ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് 6 നേട്ടങ്ങളുണ്ട്. അതിൽ ഒന്ന്, അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുമെന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഖഫിയ്യ. ഇമാം മുസ്ലിമിന്റെ 2965 ഹദീസാണ്. തഖിയും മുത്തഖിയും രഹസ്യമായി നന്മ ചെയ്യുന്നവനുമായ അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹിന് ഇഷ്ടം കിട്ടും. മുൻഗാമികൾക്കൊക്കെ അങ്ങനെ കുറെ നന്മകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു വല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടും. കാരണം അതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. പടച്ചോന് വേണ്ടി മാത്രം, പടച്ചോനെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, ഒരാളെയും അറിയിക്കാതെ നമ്മൾ ചെയ്യുന്ന കുറേ നന്മകൾ അള്ളാഹു അത്തരം ആളുകളെ ഇഷ്ടപ്പെടുമെന്നതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ നേട്ടം,
റബ്ബിന്റെ കോപത്തെ തടുക്കാൻ കഴിയും, റബ്ബിന്റെ കോപത്തെ കെടുത്തിക്കളയാൻ കഴിയും. അള്ളാഹുവിന്റെ കോപം ആർക്കുമേൽ എപ്പോൾ ഇറങ്ങുന്നൊന്നും പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ കോപം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ തീർന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. എന്റെ കോപം ആർക്കുമേൽ ഇറങ്ങിയോ അവന്റെ കഥ കഴിഞ്ഞു എന്നാ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് സ്വകാര്യ അമലുകൾ ഉണ്ടോ ഒരാൾക്ക് എങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അവന് കാവല് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സനാഇഹുൽ മഅറൂഫി തഖിയ മസാരി അസ്സൂ വസദഖത്തി സിർരി തുത്ഫിഹു വലബർ റബ്ബ് വസിലത്തുർ റഹിമി തസീദുൽ ഉമർ. നല്ല കാര്യങ്ങൾ ചെയ്യുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, രഹസ്യമായി ദാനം ചെയ്യുക. ആ രഹസ്യമായ ദാനം റബ്ബിന്റെ കോപത്തെ കെടുത്തിക്കളയുമെന്നാണ്. ആരും അറിയാതെ പള്ളിയിൽ നിന്ന് കൊടുക്കണവരുണ്ടാവും, ചോദിക്കുമ്പോൾ കൊടുക്കണവരുണ്ടാകും. പക്ഷെ ആരും അറിയാതെ, ഒരാളും അറിയാതെ ചില നന്മകളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അള്ളാഹുവിന്റെ കോപം അത് കെടുത്തിക്കളയുമെന്നാണ്. മൂന്നാമത്തത്, റബ്ബിന്റെ അർശിന്റെ തണല് ലഭിക്കും. നാളെ ഖിയാമത്ത് നാളിൽ അർശിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ദിവസം, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലഹു. അള്ളാഹിന്റെ തണലല്ലാത്തൊരു തണലുമില്ലാത്ത, മനുഷ്യൻ മുട്ടോളം നെഞ്ചോളം കഴുത്തോളം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം റബ്ബിന്റെ അർശിന്റെ തണലിലേക്ക് ചില ആൾക്കാരെ വിളിച്ചു നിർത്തും. ആ വിളിച്ചു നിർത്തുന്നത് ആരെയായിരിക്കും? തസദ്ദഖ ബിസ്വദഖത്തിൻ ഫഅഖ്ഫാഹ. സ്വതക്ക ചെയ്തു, അത് രഹസ്യമാക്കി വെച്ചു. ഹത്താ ലാ തഅലമു ശിമാലുഹു മാ യുൻഫിഖു യമീനുഹു. ആ ചെയ്തത് വലത് കൈ ചെയ്തത് ഇടത് കൈ അറിഞ്ഞിട്ടില്ല. വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത ഐനാഹു. ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ ഒഴിഞ്ഞിരുന്ന് കണ്ണീരൊലിപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങിയ ആള്. അവർക്കൊക്കെ അല്ലാഹ് അർശിന് തണൽ കൊടുക്കുന്ന. കുറേ കരഞ്ഞു, ആരും കണ്ടിട്ടില്ല. ദക്കറല്ലാഹ്, ഒറ്റക്കാണ് ഇരുന്നത്. ഖാലിയൻ, ആരും കാണാതെ ഒറ്റയ്ക്കിരുന്നു, ഒഴിഞ്ഞിരുന്നു. എന്നിട്ട് പടച്ചവനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, നരകശിക്ഷയെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കണ്ണീര് പൊഴിച്ചു. അത് കരഞ്ഞതൊന്നും ഒരാളും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. അവന് റബ്ബ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അള്ളാഹു നാളെ അർശിന്റെ തണലിലേക്ക് ചാരി നിർത്തുമെന്നാണ്. നാലാമത്തെ നേട്ടം, പാപങ്ങളെ, തിന്മകളെ മായ്ച്ചു കളയും. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ. അപ്പൊ അള്ളാഹു അവന്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകളൊക്കെ പഠിച്ചുകൊണ്ട് മായ്ക്കും. ചില ആൾക്കാർ പരസ്യമായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടുണ്ടാകും. അന്ന് ബോധമൊന്നുമില്ലായിരുന്നു, പരസ്യമായിട്ട് ഒട്ടുമുക്കടെ കുടിച്ചു നടന്ന ആൾക്കാരുണ്ടാവും. ആൾക്കാരെ പറ്റിച്ച ഒരുപാട് ആൾക്കാരെ പറ്റിച്ച മനുഷ്യന്മാരുണ്ടാകും, ചതിച്ചവരുണ്ടാകും, വഞ്ചിച്ചവരുണ്ടാകും, കുറേയൊക്കെ തിന്മകൾ ചെയ്തവരുണ്ടാകും. പിന്നെ അള്ളാഹുലേക്ക് മടങ്ങി, ഖേദിച്ചു മടങ്ങി, ഈമാനുണ്ടായി, തഖ്വയുണ്ടായി. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ചരിത്രത്തിൽ കാണാം. എന്നിട്ട് പിന്നെ അവർ റബ്ബിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഒഴിഞ്ഞിരുന്നു. അതൊന്നും ചിലപ്പോൾ ആരും അറിയില്ല. റബ്ബിനോട് കാര്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു. അങ്ങനെ റബ്ബിന്റെ മുന്നിൽ അവന്റെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് റബ്ബും അവനും മാത്രമായിട്ട് കുറേ നേരം ഒഴിഞ്ഞിരുന്നു. അതിന് സമയം കണ്ടെത്തി. അള്ളാഹ് പറയാണ്, അവന്റെ തിന്മകളൊക്കെ, ആ ചെയ്ത തെറ്റൊക്കെ പടച്ചോണ്ട് മായ്ച്ചു കൊടുക്കും. സ്വതക്കനെ പറ്റി പറഞ്ഞെടുത്ത് അള്ളാഹ് പറയുകയാണെങ്കിൽ, പരസ്യമായിട്ട് ദാനം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, നല്ലത് തന്നെയാണ്. അള്ളാഹ് പറയാണ്, ഒരാളിപ്പോ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു നിങ്ങൾ എന്തേ കൊടുക്കണം, അയാൾ ഞാൻ തരാമെന്ന് പറഞ്ഞു. പള്ളിക്ക് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അങ്ങനെ ബക്കറ്റിലിട്ടു. അതൊക്കെ പരസ്യമായിട്ട് തന്നെ ചെയ്യണത്, തിരക്കടൊന്നുമില്ല, നല്ല കാര്യം തന്നെ. വൈൻ തുബ്ദു സ്വദഖാത്തി ഫനിഅമ്മാഹിയ എന്നുള്ള പറയാ. വൈൻ തുഖ്ഫൂഹാ, എന്നാൽ അത് രഹസ്യമാക്കി. വതുഅൽ ഫുഖറാ, ഇത് ആർക്കാണോ കൊടുക്കേണ്ടത് അവകാശികൾക്ക് എത്തിച്ചു കൊടുത്തു, പാവങ്ങൾക്ക് കൊടുത്തു. ഫഹുവ ഖൈറുൽ ലക്കും, അത് അവന് ഖൈറായിരിക്കും, മറ്റേനേക്കാൾ ഖൈറായിരിക്കും. മറ്റേ കൂലില്ലാന്നല്ല, അതിനേക്കാൾ ഖൈറായിരിക്കും. എന്താ കാരണം? വയുക്കഫിർ അൻകും മിൻ സയ്യിആതിക്കും, തിന്മകളൊക്കെ മായ്ച്ചു കൊടുക്കും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. അഞ്ചാമത്തെ നേട്ടം, ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ അടയാളമായിരിക്കും അത് എന്നതാണ്. സ്വകാര്യതയിൽ റബ്ബിലേക്ക് അടുക്ക എന്ന് പറയുന്നത്, എന്റെ രഹസ്യവും പരസ്യവും റബ്ബ് അറിയുന്നു എന്ന് വിചാരിക്കുന്നവർ, അവർക്ക് മാത്രമേ സ്വകാര്യതയിൽ നന്മകൾ ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹ് പറഞ്ഞത് നിങ്ങളെ മടക്കി ദുനിയാവെന്ന് കൊണ്ടുപോകുന്നു മാത്രമല്ല, അതിന് കഴിവുള്ളവനാണ് എന്ന് മാത്രമല്ല,
ഇന്നഹു അലാ റജിഇഹി ലഖാദിർ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് റബ്ബ്. ഖാദിറുൻ. എവിടേക്ക്? യൗമ തുബുല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കുന്ന ലോകത്തേക്ക്, രഹസ്യങ്ങൾ വെളിക്ക് വരുന്ന ലോകത്തേക്ക്, രഹസ്യങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന ലോകത്തേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുപോകാൻ കഴിവുള്ളവൻ തന്നെയാണ് റബ്ബ്. ആ ബോധമുള്ള ആളുകൾ, അവർക്ക് ശക്തമായ ഈമാൻ ഉണ്ടാകും. ആ ഈമാനാണ് അഞ്ചാമത്തെ നേട്ടം. ആറാമത്തെ നേട്ടം, മനുഷ്യന്റെ സകല നന്മകളെയും ഉരുക്കിക്കളയുന്ന, സകല നന്മകളെയും നശിപ്പിച്ച് കളയുന്ന ഒരു കൊടും വിഷമുണ്ട്. എന്താണ് ആ വിഷം? റിയാ, ലോകമാന്യം, ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്യാം. അത് കൊടും വിഷമാണ്. നമ്മളെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, നമ്മളെ മുഴുവൻ സദഖകളെയും അമലുകളെയും നശിപ്പിച്ച് കളയുന്ന കൊടും വിഷമാകുന്ന റിയായിൽ നിന്ന് നമ്മളെ കാക്കും. അതാണ് ആറാമത്തെ നേട്ടം, സ്വകാര്യമായി നമ്മൾ ചെയ്യുന്ന നന്മകൾ. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. നിഫാഖാണത്, കാപട്യമാണത്. നിസ്കരിക്കും അവർ, നിസ്കരിക്കാൻ നിന്നാൽ തന്നെ മടിയന്മാരായിരിക്കും. യുറാഊനന്നാസ്, അവർ നിസ്കരിക്കുന്ന ജനങ്ങളെ കാണിക്കാനാണ്. വല യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹനെ വളരെ കുറച്ചു മാത്രമേ അവർ ഓർക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, നമുക്ക് മാതൃകയായ മുൻഗാമികളെ നമുക്കിതിൽ കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഈമാനും നമ്മളെല്ലാവരുടെ ഈമാനും കൂടി തുലാസിനെ 2 തട്ടിലിട്ടാൽ സിദ്ദീഖ് അക്ബറിന്റെ ഈമാൻ കൂടി താന്നു നിൽക്കുമെന്നാ പറഞ്ഞത്. ആ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് സംശയിക്കുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ. അബൂബക്കർ റളിയല്ലാഹു തആല സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വേഗം പോവും, ചില ദിവസങ്ങളിൽ പോവും. പോയിട്ട് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന്റെ വീടല്ലാത്ത വേറൊരു വീട്ടിലേക്കാണ് കയറി ചെല്ലണത്. എന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ആ വീടിനകത്തേക്ക് അദ്ദേഹം കയറി ചെല്ലും. ഇത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബിന് ഒരു സംശയം, അതെന്താ സിദ്ദീഖ് അക്ബർ എന്നും ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം, ഒരു അദ്ദേഹത്തിന്റെ വീടല്ലല്ലോ, ഈ വീട്ടിലേക്ക് ഇങ്ങനെ കയറിപ്പോണത് എന്താ? ഒരു വീട്ടിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാകുമല്ലോ, എന്താ അങ്ങനെ കയറിപ്പോണത്? അങ്ങനെ ഉമർ ഖത്താബ് ഇങ്ങനെ മാറി നിന്നിട്ട് വീക്ഷിക്കുകയാണ് എന്താ പണിയെന്ന്. അങ്ങനെ ഉമർ ഖത്താബ് വീട്ടിനകത്തേക്ക് കയറി. അബൂബക്കർ റളിയല്ലാഹു തആല പോയതിനു ശേഷം മാറി നിന്ന് അദ്ദേഹം വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ മാത്രം ആ വീട്ടിൽ. കിടപ്പ് രോഗിയായ വൃദ്ധയായ പടുവൃദ്ധയായ ഒരു സ്ത്രീ ആ വീട്ടിനകത്തുണ്ട്. അപ്പോ ഉമർ ഖത്താബ് ചോദിച്ചു, എന്താ നിങ്ങളെ അവസ്ഥ? ആരുല്ലേ വീട്ടിൽ? നിങ്ങളെ നോക്കാൻ ആരുല്ലേ? എന്താണ് ഇങ്ങനെ? അപ്പൊ അവര് പറഞ്ഞു, എന്നും ഒരാൾ രാവിലെ വരും, എന്നിട്ട് എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി, എൻ്റെ മലമൂത്ര വിസർജനം സ്വന്തം കൈകൊണ്ട് കഴുകി വൃത്തിയാക്കി എന്നെ കിടത്തി എനിക്ക് ഭക്ഷണം തന്നിട്ട് പോകും. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ആടുകളെ കറന്നു തരും, പാല് എടുത്തിട്ട് ആടിനെ കറന്ന് പാലെടുത്ത് തരും. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, ആരാണത്? നിങ്ങൾക്കറിയോ? ആരാണെന്ന് എനിക്കറിയില്ല മോനെ. അതാരാണ് വന്നത് നിന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല. താൻ ആരാണെന്ന് നിന്നേ വരെ ഞാൻ അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു രാജ്യത്തിന്റെ ഖലീഫയാണ്. നമ്മൾ ആലോചിക്കണം, ഒരു സാമ്രാജ്യത്തിന്റെ ഖലീഫയായിരുന്നു. ഒരാളും അറിയില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ പോകാറുണ്ട്, ഞാനാണ് ആ രോഗിനെ നോക്കുന്നത്, ഞാനാണ് ആ രോഗിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഞാനാണ് ആ വീട്ടിൽ ആടിനെ കറന്ന് പാലെടുത്ത് കൊടുക്കുന്നത് എന്ന് ഇന്നേ വരെ സിദ്ദീഖ് അക്ബർ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈമാനും നമ്മുടെ ഈമാനും നമ്മൾ അനന്തരം ആലോചിക്കണം. അങ്ങനെ കുറെ നന്മകൾ, സ്വകാര്യമായ നന്മകൾ ഉണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മകന്റെ പേര് അലി എന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ് ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മകനുണ്ട്, ആ മകന്റെ പേര് അലി എന്നാണ്. ബാപ്പാന്റെ പേരാണ് ഇട്ടത്. അലി ഇബ്നു ഹുസൈൻ മഹാനാണ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹം വഫാത്തായപ്പോ ഒരു നാട്ടിലെ ജനങ്ങള്, ഒരു ഗ്രാമത്തിലെ ഒരുപാട് ആളുകൾ പട്ടിണിയായി. പല വീടുകളും പട്ടിണിയായി. അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ആള് മരിച്ചുപോയി, അവർക്ക് അന്നം കൊടുക്കുന്ന ആള് മരിച്ചുപോയി. അങ്ങനെ പല വീടുകളും പട്ടിണിയായപ്പോഴാണ് അറിയുന്നത്
ആ വീടിന് ഇന്നേ വരെ ആ വീടുകൾ കന്നം കൊടുത്തിരുന്നത് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഒരാളും അറിയില്ലായിരുന്നു, ഒരു നാട്ടുകാരും അറിയില്ലായിരുന്നു. ആ വീട്ടുകാർക്ക് ആരാ ഭക്ഷണം കൊടുക്കുന്ന ആരും അറിയില്ലായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മളൊരു പെരണ്ടാക്കി കൊടുത്താൽ അല്ലെ, അതിന്റെ ചാവി കൊടുക്കുന്നത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിലും വാട്സപ്പിലൊക്കെ ഇടുകയാണ്, എല്ലാവരും അറിയാണ്. ഇത് വാങ്ങുന്നവനൊരു പ്രയാസമുണ്ട് അല്ലേ? ഒരു കിറ്റുമായി ചെന്നാൽ ആ കിറ്റ് കൊടുക്കണ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇടുകയാണ്, പരസ്യം ചെയ്യാണ്, പത്രത്തിൽ കൊടുക്കുകയാണ്. അത് ഏത് സംഘടനകളാണെങ്കിലും, ഏത് ഗ്രൂപ്പുകളാണെങ്കിലും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും, ഏത് സന്നദ്ധ സംഘടനകളാണെങ്കിലും ചെയ്യുന്ന ഇത്തരം നന്മകളുടെ പൊലിമ നഷ്ടപ്പെടുത്തരുത്, സൽക്കർമ്മങ്ങളുടെ കൂലി നഷ്ടപ്പെടുത്തരുത്. അത് പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഈ നന്മക്കുണ്ടാകേണ്ട ഗുണം, ഇത്രയും നേട്ടങ്ങൾ ഇല്ലാതെയാക്കി കളയുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു വന്നത്, പ്രതിസന്ധി കാലത്തേക്ക് കരുതി വെക്കുന്നവരാണ് നമ്മൾ, സൂക്ഷിച്ചു വെക്കുന്നവരാണ് എങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി മരണത്തിന് ശേഷമാണ്. അവിടേക്കുള്ള കരുതി വെക്കലാണ് ആരും അറിയാത്ത കുറച്ച് നന്മകൾ നമുക്കുണ്ടാക്കുക എന്നത്. അതവിടേക്ക് തണലായിട്ട് വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ചെയ്യാവുന്ന സ്വകാര്യമായ ചില സൽക്കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് ഞാൻ സൂചിപ്പിച്ച സദഖത്തുസ്സിർ, രഹസ്യമായി നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ. അത് കുറച്ചുണ്ടാവട്ടെ. നമ്മൾ പള്ളിക്ക് കൊടുക്കുന്നു, പള്ളി പരിപാലനത്തിന് കൊടുക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു, ഒക്കെ കൊടുക്കുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുന്നു. അതിനപ്പുറം ആരും അറിയാത്ത കുറച്ച് നന്മകൾ, നമ്മൾ ചെയ്യുന്ന ദാനം, അത് നമുക്കുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് വേറെ ആരും അറിയണം, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ കുറച്ച് ദാനം നമ്മൾ ചെയ്യണം. അത്തരം ദാനധർമ്മങ്ങൾ നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത് ദിക്ർ വദ്ദുആ. ഒറ്റയ്ക്കിരിക്കുക, ഒഴിഞ്ഞിരുന്നിട്ട്. നമ്മൾ സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ ദിക്ർ ചെയ്യും, പ്രാർത്ഥിക്കും, ദുആ ചെയ്യും, പള്ളിയിൽ നിന്നൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നിന്ന് അല്ലാഹു അസ്വാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ, ചിലവഴിക്കും, നല്ല ഭക്തരാണ്, സദഖ കൊടുക്കും, സത്യസന്ധരാണ്, ക്ഷമിക്കൊക്കെ ചെയ്യും. എന്നിട്ട് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. നമ്മളിപ്പം ഈ അസ്തഗ്ഫിറുല്ലാഹ്, അതാണ് മുസ്തഗ്ഫിർ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്, പൊറുക്കല്ല തേടുന്നവരാണ്. ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. അത് ഒരു സ്വകാര്യതയാണല്ലോ, ഒറ്റക്കാണ്. സുബീന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് റബ്ബിനോട് പൊറുക്കല്ല തേടുക. ഒരു പക്ഷേ നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയോ നമ്മളെ വീട്ടിൽ ഉറങ്ങുന്ന മക്കളോ അവർ പോലും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. മറ്റൊന്നാണ് സലാത്തുൽ ലൈലി വൻ നവാഫിൽ, രാത്രി നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൂടുതലും പെരീന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ജമാഅത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ വേണ്ട പോവും. അപ്പം ചില ആൾക്കാരെ ധാരണ എന്താ അറിയോ, ഓന് ദിക്റുമില്ല ദുആയില്ല, നിസ്കരിച്ചാണ് മണ്ടുക. അല്ല, മറിച്ച് അവനെ ദിക്റും ദുആയും സുന്നത്ത് നിസ്കാരമൊക്കെ വീട്ടിൽ നിന്നായിരിക്കും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. രാത്രി നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതൊക്കെ നമുക്ക് സ്വകാര്യമായി വേറൊരാളും അറിയാത്ത നന്മകളാണ്. നോമ്പ്, തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ നോമ്പ് വെക്കുന്ന ആൾക്കാരുണ്ട്. അവര് പലരും സ്ഥിരമായി അയ്യാമുൽ ബീദ് സ്ഥിരമായി എല്ലാ അറബി മാസവും 13, 14, 15 അല്ലെ, അത് എന്നാന്ന് പോലും അറിയാത്ത ആൾക്കാരാ പലപ്പോഴും. തിങ്കളും വ്യാഴൊക്കെ പിന്നെ നമുക്ക് ആ ദിവസം അറിഞ്ഞുകൊണ്ട് അറിയും. അയ്യാമുൽ ബീദ് എന്നാന്ന് അറിയണ ആൾക്കാരായിരിക്കും അന്ന് നോമ്പ് വിൽക്കുന്ന ആളുകളായിരിക്കും. അത് ഒരു ഒരു സ്വകാര്യമായ ഒരു അമലാണ്. റസൂലുള്ളാഹി പറഞ്ഞത്, കുല്ലു അമലി ബിനി ആദം ലഹു ഇല്ല സൗമ ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി. ആ നോമ്പ് എനിക്കുള്ളത്, അതിന് കൂലി കൊടുക്കൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ അള്ളിൻ നോമ്പ് ഒലുക്കലും തമ്മിൽ മാത്രമേ അറിയുള്ളൂ നോമ്പ് ഒറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് പരസ്യമാക്കണമെന്നല്ല. അങ്ങനെ സുന്നത്ത് നോമ്പ് ഒലുക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് സ്വകാര്യമായ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. മറ്റൊന്നാണ് ഖളാഉ ഹവായിജിൽ ളുഅഫാഇ വൽ അറാമിലി വൽ ഐതാമി വൽ മസാക്കീൻ. യത്തീമുകളായ
കുട്ടികൾ, വിധവകളായ സ്ത്രീകൾ, ദുർബലരായ ആളുകൾ, മിസ്കിന്മാരായ ആളുകൾ, അവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. സ്വതക്കല്ല, ആവശ്യം നിറവേറ്റി കൊടുക്കുക. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും. അത് ഒന്നും ആരും അറിയില്ല. ചില ആൾക്കാരെ ആശുപത്രിക്ക് എന്നും കൊണ്ടുപോണത് ചില ആൾക്കാരാ. അങ്ങനെ അവരെ വണ്ടി ചില ആരും അറിയില്ല അതൊന്നും. ഒരു ഡയാലിസിസ് രോഗിയുണ്ട്, അയാളെ വണ്ടിയിലാണ് എന്നും മാസങ്ങളായിട്ട് കൊണ്ടുവരിക, വർഷങ്ങളായിട്ട് ഒരാളും അറിയില്ല. സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോയി കൊണ്ടിരുന്നു. വിധവകളായ യതീമുകളായ അവർക്കൊന്നും ഇന്നെ അവരെ അറിയിക്കാതെ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യുന്നു. സ്വതക്കകളും ദാനധർമ്മങ്ങളും മാത്രമല്ല, വാപ്പല്ലാത്ത മക്കൾക്ക് ഒരു വാപ്പ പൈസ കൊടുക്കൽ മാത്രമല്ലല്ലോ, ഒരു വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടാവും. അത് പൈസ ഉള്ളവർക്ക് മാത്രമല്ല, അല്ലാത്ത ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. പാവങ്ങളെ, ദുർബലരായ ആളുകളെ ഒക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാർ. മറ്റൊന്നാണ് ഖളാഉദ്ദുയൂനി അനിൽ ഗാരിമീന വൽ ആജിസീന. കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന ആൾക്കാർ, കടം വീട്ടാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്കാരെ കടം വീട്ടാൻ വേണ്ടി സഹായിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, എന്നോട് ഒരാൾ കടം വാങ്ങി, പക്ഷെ എനിക്കറിയാം അയാൾ ഒരിക്കൽ എന്നെ പറ്റിക്കുന്നല്ല, മറിച്ച് അയാൾക്ക് തരാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അയാളും ഞാനും മാത്രമേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു, ആ കടം ഞാൻ വിട്ടു തന്നു, തരേണ്ട കാര്യമില്ല, വേറെ ഒരാളും അറിയണില്ല. ആ കടം അയാൾക്ക് വിട്ടുകൊടുക്കണം, ആ കടം തരണ്ടെന്ന് പറയാണ്. അങ്ങനെ ജീവിതത്തിൽ നമ്മളോട് കടം വാങ്ങിയ ഒരാളോടെങ്കിലും നമുക്കങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ ആരോടോ കടം വാങ്ങി നിങ്ങളാരും വിചാരിക്കണ്ട. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ ഈ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇതുവരെ കടമൊന്നുമില്ല, ആരോടും കടം വാങ്ങിയിട്ടുമില്ല. അള്ളാഹു ഇനി അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഒരാൾ കടം വാങ്ങിയിട്ട് ആ കടം കൊടുക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു മാപ്പ് കൊടുക്കാൻ സാധിച്ചാൽ അത് ചിലപ്പോൾ അയാളും ഈ വ്യക്തി മാത്രമേ അറിയുള്ളൂ. ചെയ്ത വലിയൊരു കാര്യമായിരിക്കും ചിലപ്പോൾ അത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. മറ്റൊരു കാര്യമാണ് ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഊത ഖത്തം തീർക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ മാസവും ഖത്തം തീർക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ ആളുകളുണ്ട്, ആരും അറിയില്ല. അവർ വീടുകളിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നു, സ്വകാര്യമായി ഇരുന്ന് ഖുർആൻ ഓതുന്നു. അങ്ങനെ ഖുർആൻ ഓതി മാസത്തിൽ ഒരു തവണ ഖുർആൻ ഓതി പൂർത്തിയാക്കലാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഒരു കൊല്ലം കൊണ്ട് മുഴുവനാക്കലല്ല, ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവനാക്കുക. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ സഹോദരങ്ങളെ, സ്വകാര്യമായ സമ്പാദ്യങ്ങൾ നമുക്കുണ്ടാകണം. നാളെ ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്ന ലോകത്തേക്ക് നമുക്ക് സമ്പാദിച്ച് വെക്കാനുള്ളതാണ്. അതുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്കൊക്കെ സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാങ്ക് ളുഹ്ർ ഒരുപാട് മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ബാങ്കിൻ്റെ സമയം കഴിഞ്ഞൊരു 5 മിനിറ്റാണ് നമ്മൾ കാത്തിരിക്കുക. അതിലപ്പുറം കാത്തിരിക്കാൻ കഴിയില്ല. 25-നാണ് ഇന്ന് ഖുത്ബ നമ്മൾ മിമ്പറയിൽ കയറി സലാം പറഞ്ഞത്. അതുകൊണ്ട് ഈ പള്ളീൻ്റെ ബാക്കിലിരിക്കുന്ന ആൾക്കാർ, അവരോടാണ് സംസാരം. നിങ്ങൾക്ക് ജുമഅക്ക് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നതെങ്കിൽ, അതല്ല വെള്ളിയാഴ്ച ഇങ്ങനെ റോട്ടുമേൽ നടന്നാൽ ആൾക്കാരെന്തെങ്കിലും പറയായിരിച്ച് വന്നവരോടല്ല. ജുമഅക്ക് പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി അത് നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ തിന്മയാണ്, തെറ്റാണ്, കാഫിറാകുന്ന കാര്യമാണ്. കാഫിറാണ്, അങ്ങനെ മരിച്ച കാഫിറ. തർക്കുസ്വലാ ജുമാ അതിനേക്കാളും മേലെയാണ്. അപ്പൊ അതുകൊണ്ട് ആ നീയത്തോടു കൂടി വരുന്ന ആൾക്കാരോട് പറയാണ്, നഷ്ടപ്പെടുത്തരുത്. ജുമാ രജിസ്ട്രേഷനാണ്, ഇതൊരു സമ്മേളനമാണ്, ഇതൊരു ഒരുമിച്ച് കൂടലാണ്, ഇതിന് രജിസ്ട്രേഷനുണ്ട്. ഇത് പേര് രജിസ്റ്റർ ചെയ്യുന്നത് മലക്കുകളാണ്. നേരത്തെ മലക്കുകൾ കിതാബുമായി തുറന്നിരിക്കും. ആദ്യം പള്ളിയിലേക്ക് കടന്ന വ്യക്തി ആരാണ്, ആദ്യത്തെ രജിസ്റ്ററിലുണ്ട് അവന്റെ പേര്. അതുകൊണ്ട് രജിസ്റ്റർ മടക്കൽ ജുമാ കഴിഞ്ഞിട്ടല്ല, ഇമാമ് മിമ്പറയിൽ കയറുന്നതോടുകൂടി രജിസ്റ്റർ അടച്ചു കഴിഞ്ഞു, പുസ്തകം അടച്ചു കഴിഞ്ഞു. പിന്നീട് വരുന്നവരൊന്നും ആ ലിസ്റ്റിലില്ല, ആ ജുമായിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇളവുകൾ കിട്ടുന്ന ചില ആൾക്കാരുണ്ട്, യാത്രക്കാര്, രോഗികള്, അങ്ങനെയൊക്കെയുള്ള ഇസ്ലാം അനുവദിച്ച, ശറ അനുവദിച്ച, ഉദിർ നൽകിയ ആൾക്കാരല്ലാത്ത ആളുകൾക്കൊന്നും ജുമാ കിട്ടൂല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഓർക്കുക. ജുമാ നമസ്കാരത്തിന് വെള്ളിയാഴ്ച നേരത്തെ ഒരുങ്ങി പുറപ്പെട്ട് റെഡിയായി ഇരുന്ന് ഇമാമി മെമ്പറയിൽ കയറുന്നതിന് മുമ്പേ പള്ളിയിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നത് സഹോദരങ്ങളെ വെറുതെ ഇത് ഖബർസ്ഥാനിലേക്കുള്ളൊരു സലാമല്ല, തിരിച്ച് മടക്കേണ്ട സലാമാണ്. അത് മടക്കാൻ
ഈ സദസ്സിൽ ആളുകൾ ഉണ്ടാവണം, അവർക്കാണ് ജുമാ കിട്ടുക എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും മുന്നേറാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ഒരു പ്രിയ വിദ്യാർത്ഥി ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, +2 പഠിക്കുന്ന കുട്ടി രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല, മരിച്ചു കിടക്കുകയാണ്. പരപ്പരങ്ങാടി ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിന് ഇന്ന് അവധിയാണ്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ കുട്ടി ഇന്ന് രാവിലെ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എഴുന്നേറ്റിട്ടില്ല. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, 17 വയസ്സുള്ള, നല്ല ജിമ്മിൽ പോയി. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു മത്സരത്തിൽ വെയ്റ്റ് ലിഫ്റ്റിൽ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടിയാണ്. വെയ്റ്റ് ലിഫ്റ്റിൽ മത്സരത്തിൽ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇന്ന് രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നത് ഞാൻ മരിച്ചു കിടക്കുകയാണ്. മയ്യത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് 3 മണിക്കാണ്. ഇപ്പോഴും ജനാസ വീട്ടിലുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളൊക്കെ ഇതിനൊക്കെ കരുതി ഏത് സമയത്തും റബ്ബിന്റെ വിളിയെ കാത്തിരിക്കുക, ഏത് സമയത്തും ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ, പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ആ കുട്ടിയുടെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, സ്നേഹിതന്മാർക്ക് അള്ളാഹു ക്ഷമയും മനസ്സിന് സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. توفنا مسلمين وألحقنا بالصالحين. توفنا مسلمين وألحقنا بالصالحين. توفنا مسلمين وألحقنا بالصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.